റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ദുനിയാവിലേക്ക് അള്ളാഹു നിയോഗിച്ച 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലീങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം, ജോലി, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലേക്ക് ആളുകളെ വിളിക്കലാണ്. മുർസലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് നിർബന്ധമാണ്, ചെയ്തേ പറ്റുള്ളൂ. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, നിങ്ങൾക്ക് മുമ്പ് നാം ഏതൊക്കെ മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ടോ അവരോടെല്ലാം ഞാൻ വഹി അറിയിച്ചത് ഇങ്ങനെ പറയാനാണ്, ലാ ഇലാഹ ഇല്ലാ അന. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായിട്ടുള്ളവൻ ഞാനല്ലാതെ വേറെ ആരുമില്ല. ഫഅബ്ദൂൻ, അതുകൊണ്ട് എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ ലോകത്ത് വന്ന മുഴുവൻ അംബിയാ മുർസലീങ്ങളെയും നിയോഗിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എനിക്ക് മുമ്പ് വന്ന മുഴുവൻ നബിമാരും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അഥവാ തൗഹീദിന്റെ പൂർണ്ണ പ്രഖ്യാപനം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായി വേറെ ആരുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, ഒരർത്ഥത്തിലും അവന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അവാമിറുകളിലോ അവന് ഒരു പങ്കുകാരുമില്ല. വസ്തുക്കളില്ല, വ്യക്തികളില്ല, ശക്തികളില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനാവട്ടെ എല്ലാത്തിനും കഴിവുള്ളവനും ആണ്. ഇതാണ് ഞാനും എനിക്ക് മുമ്പ് വന്ന മുഴുവൻ അമ്പിയാക്കളും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇസ്ലാമിന്റെ പ്രധാനമായ മർമ്മമായ പ്രഖ്യാപനം. അത് അറിയലും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലും അതിലേക്ക് ആളുകളെ വിളിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ കാമ്പ് മനസ്സിലായാൽ, ഇതാണ് ദീൻ എന്നൊരാൾ തിരിച്ചറിഞ്ഞാൽ, ഇതിനു മാത്രമേ വിജയമുള്ളൂ, ഇത് ഉൾക്കൊണ്ട ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ, അവര് മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ, അവര് മാത്രമേ അള്ളാഹു അവനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നൊരുത്തിന് ബോധ്യപ്പെട്ടാൽ തൊട്ടുടനെ അവനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധ ബാധ്യതയാണ് അവനുമായി ബന്ധപ്പെട്ട ആളുകളെ അതിലേക്ക് വിളിക്കാന്നുള്ളത്. ഒരാളും അതിന് മുഴുവല്ല. കാരണം അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, നബിയെ നിങ്ങൾ വിളിക്കണം. അതിന്റെ മുഖാത്തബ്, ആ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അഭിസംബോധന ചെയ്തു പറയുന്നതെങ്കിലും ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട മുവഹിദുകളായ ഓരോ വ്യക്തികളോടും, ആണിനോടും പെണ്ണിനോടും ഉള്ള അള്ളാഹുവിന്റെ അംറാണ് നീ വിളിക്കണം. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലിയാണ്. നീയുമായി ബന്ധപ്പെട്ട നിന്റെ ചുറ്റുഭാഗത്തുള്ള ആരെങ്കിലും ഒരാൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, തൗഹീദുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ നിർദ്ദേശം അറിയാതെ, കേൾക്കാതെ, മനസ്സിലാക്കാതെ മരിച്ചു പോവേണ്ടി വന്നാൽ അതിന്റെ ഉത്തരവാദി തീയായിരിക്കും. അതിന്റെ ചോദ്യം നിന്നോടുണ്ടാവും. കാരണം ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലിയാണ്. നീ വിളിക്കണം ഇലാ സബീലി റബ്ബിക്, നിന്റെ റബ്ബിന്റെ വഴിയിലേക്ക്. നിന്റെ റബ്ബിന്റെ വഴി എന്ന് പറഞ്ഞാൽ തൗഹീദുല്ലാഹ്, അടിമയ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമായ അള്ളാന്റെ വഹ്ദാനിയത്തിനെ അംഗീകരിക്കുന്നതിലേക്ക് നീ വിളിച്ചിരിക്കണം. ബിൽ ഹിക്മ, പൂർണ്ണ അറിവോടെ. എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടല്ല. എന്ന് പറഞ്ഞാൽ നീ മുവഹിദാവനോടുകൂടി തൗഹീദിന്റെ മസലകൾ അറിയലും അഖീദയുടെ മസലകൾ അറിയലും നിനക്ക് നിർബന്ധമാവുകയും അത് നിന്റെ സഹജീവികൾക്ക് പറഞ്ഞു കൊടുക്കലും നിന്റെ ഉത്തരവാദിത്തമാണ്. ബിൽ ഹിക്മ,
വൽ മൗഇദത്തിൽ ഹസന, മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ച് ആളുകളുടെ മനസ്സിൽ അത് പതിക്കുന്ന തരത്തിൽ ഭംഗിയായി നീ നിന്റെ റബ്ബിന്റെ വഴിയിലേക്ക് വിളിച്ചിരിക്കണം. അള്ളാഹുവിന്റെ അംറാൻ, കൽപ്പനയാണ്, അഥവാ എന്റെയും നിങ്ങളുടെയും ജോലിയാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, ഖുൽ, നബിയെ നിങ്ങൾ പറയും നിങ്ങളുടെ അനുയായികളോട്. അനുയായി എന്ന് പറയുമ്പോൾ അന്ന് ആയത്തിറങ്ങുമ്പോൾ സഹാബാക്കളോട്. ഏത് സഹാബാക്കൾ? ضلالത്തിന്റെ, വഴികേടിന്റെ, ഇരുട്ടിന്റെ ചളിക്കുഴിയിൽ നിന്ന് ഉടമസ്ഥനായ അല്ലാഹു രക്ഷപ്പെടുത്തി ദീനുൽ ഇസ്ലാമിന്റെ പ്രകാശം കൊണ്ട് ഹൃദയം പ്രകാശിച്ച അസ്സഹാബകളോട് പറയുക, ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. എന്താ പറയേണ്ടത്? ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, ഇതാണ് എന്റെ ജോലി, ഇതാണ് എന്റെ ഉത്തരവാദിത്തം, ഇതാണ് എന്റെ വഴി. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന വഴി, ആളുകളെ അല്ലാഹുവിലേക്ക് വിളിക്കുന്ന വഴി. നിങ്ങൾ ആരുമായി ബന്ധപ്പെട്ടാലും, എന്തു വർത്തമാനം പറഞ്ഞാലും, എന്തൊക്കെ ഇടപാടുകൾ നടത്തിയാലും, നിങ്ങൾ പിരിയുന്നതിന് മുമ്പുള്ള അവസാനത്തെ വാക്ക് അല്ലാഹുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ. ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, അതാണ് എന്റെ വഴി, ഇതാണ് എന്റെ മാർഗം. അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടെ ആളുകളെ മനസ്സിലാക്കി, അവസ്ഥകൾ മനസ്സിലാക്കി, സാഹചര്യം മനസ്സിലാക്കി, ആരോട് എങ്ങനെ എന്ത് എപ്പോ പറയണം എന്ന തിരിച്ചറിവോടെ, എന്നോട് വെറുപ്പ് വരാത്ത തരത്തിൽ, ദീനിനോട് ദേഷ്യം വരാത്ത തരത്തിൽ, നല്ല ഹിക്മത്തോടെ തന്ത്രപരമായി അതിമനോഹരമായ വാക്കുകൾ ഉപയോഗിച്ച് നിന്റെ റബ്ബിനെ നീ പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് എന്റെ വഴി. അന വമനിത്തബഅനി, എന്റെയും എന്നെ പിൻപറ്റുന്നവരുടെയും വഴി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരടയാളം തൗഹീദിലേക്ക്, അല്ലാഹുവിലേക്ക് അവൻ ആളുകളെ വിളിക്കുന്നവനായിരിക്കും എന്നതാണ്. മാത്രമല്ല, ഒരു മനുഷ്യൻ ദുനിയാവിൽ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും ഉന്നതമായ ജോലി അവന്റെ സഹജീവിക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഖൈറുൻ നാസി ലിന്നാസി അൻഫഉഹും ലഹും. സാധാ പൊതുവെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ ജനങ്ങൾക്ക് ഉപകാരിയാവുന്നത് ജനങ്ങൾക്ക് അവൻ ഉപകാരപ്പെടുമ്പോഴാണ്. ആളുകൾ ഒരാളെ സ്നേഹിക്കുന്നത്, ഒരാള് ആ നാട്ടിന് വേണ്ടപ്പെട്ട ആളാണ് എന്ന് അവന് മനസ്സിലാക്കുന്നത്, ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് അവൻ ഉപകാരം ചെയ്യുമ്പോഴാണ്. അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമ്പോൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വഴികള് തടസ്സങ്ങൾ നീക്കിക്കൊടുക്കുമ്പോൾ, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അതില്ലാതാക്കി കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് അവൻ ഉപകാരിയാവും. എന്നാൽ വലാ നഫ്അ അഅദമ മിന അദ്ദുആഇ ഇല തൗഹീദി വത്താഅ, നിങ്ങൾക്ക് ജനങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങളിൽ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്ന ഉപകാരത്തെക്കാൾ വലിയ മറ്റൊരു ഉപകാരം നിങ്ങൾക്ക് ജനങ്ങൾക്ക് ചെയ്യാനേ ഇല്ല. നമ്മൾ സാധാരണ ആളുകളെ പറ്റി ഫിക്റാക്കും. ചിലപ്പോ കൂടിയിരുന്ന് ആലോചിക്കും, ഇന്ന ആള് വലിയ കഷ്ടത്തിലാണ്, കടബാധ്യതയുണ്ട്, അല്ലെങ്കിൽ രോഗിയാണ്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക തകർച്ചയുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അയാൾക്കൊരു സമാധാനാവും, ഒരു സന്തോഷാവും. ഇതൊക്കെ നിങ്ങളും മനുഷ്യൻ എന്ന നിലക്ക് ഒരു സഹജീവിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ കൂടി ആലോചിക്കും, നിങ്ങളത് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അയാളോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കൂടിയിരുന്ന് ആലോചിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ഇതിനേക്കാളെല്ലാം ഉപരി നിങ്ങൾ ആദ്യം ചിന്തിക്കുക, അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി അയാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നായിരിക്കും. നാട്ടിൽ ഇന്ന ആള് ശിർക്കിലാണ്, ഇന്ന ആള് ജാറത്തിന്റെ ആളാണ്, ഇന്നാള് തങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങലേ ഇല്ല, ചരട് കെട്ടി ഉറുക്കും കെട്ടി ഏലസും കെട്ടി ഇപ്പോഴും മൊയ്തീശേഖരം പിടിച്ച് നടക്കാണ്. അയാളെ വീട്ടിൽ റാത്തീബും മൗലൂദും അതും ഇതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കാണ്. അയാൾ നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നരകത്തിന്റെ തീക്കൊള്ളിയാണ്. അയാളെ രക്ഷപ്പെടുത്താൻ നമ്മളുടെ ബാധ്യതയാണ്
എന്ന് മനസ്സിലാക്കി എല്ലാ ബുദ്ധിമുട്ടും മാറ്റുന്നതിന് മുമ്പ് അയാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ് അയാൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപകാരം. അപ്പോഴേ ശരിക്കും ഒരാള് പരോപകാരിയാവുള്ളൂ. ദുനിയാവിന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്തു, ദുനിയാവിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കിക്കൊടുത്തു. അയാളുടെ ജീവിതം മുമ്പത്തേനേക്കാളും അധികം സന്തോഷത്തിലായി, റാഹത്തിലായി. പക്ഷെ തൗഹീദിന്റെ ഒരു വാക്ക് പറഞ്ഞില്ല. അയാൾക്ക് അള്ളാഹുവിനെ പറഞ്ഞു കൊടുത്തില്ല, അള്ളാഹുവിന്റെ ഖുദ്റത്ത് പറഞ്ഞു കൊടുത്തില്ല, വഹ്ദാനിയത്തിലേക്ക് വിളിച്ചില്ല. ഇല്ല, നീ ചെയ്ത ഒരു കാര്യവും ഉപകാരത്തിൽപ്പെടൂല. ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞ വാക്ക് അർത്ഥവത്തായ വാക്കാണ്. ജനങ്ങൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ഉപകാരം അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അല്ലാമ ബക്ർ ബിൻ അബ്ദുല്ല റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം, അത് ഒരു വലിയ കുടുംബത്തിന്റെ കുടുംബനാഥൻ എന്ന ഉത്തരവാദിത്വവും ആവാം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും ഭരണാധികാരികളല്ല, ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന ആളല്ല, കോർപ്പറേഷൻ ഭരിക്കുന്ന ആളല്ല, നാടിന്റെ മേയറല്ല, മന്ത്രിയല്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിന്റെ രാജാവാണ്. നമ്മുടെ ഭാര്യമാരുടെയും മക്കളുടെയും രാജാവാണ് നമ്മൾ. അവരുടെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരിയുടെ ആദ്യത്തെ ജോലി അവന്റെ കീഴിലുള്ള ഭരണീയർക്ക് അള്ളാന്റെ വഹ്ദാനിയത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ഭരണാധികാരി അയാളുടെ കീഴിൽ ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടീമിനെ ഉണ്ടാക്കൽ അയാളുടെ ഉത്തരവാദിത്തമാണ്. അതിനെപ്പറ്റി അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യും. എങ്കിൽ ഒരു വീട്ടിന്റെ കുടുംബനാഥൻ, എന്റെ ഭാര്യ, എന്റെ മക്കള്, ചിലപ്പോ എന്റെ ഉപ്പ ഉമ്മ എന്റെ കീഴിലായിരിക്കും, ചിലപ്പോ എന്റെ അനിയന്മാർ എന്റെ ചെലവിലായിരിക്കും, ചിലപ്പോ എന്റെ പെങ്ങന്മാർ എന്റെ ചെലവിലായിരിക്കും, ചിലപ്പോ എന്റെ അണപ്പയോ മൂത്താപ്പയോ എന്റെ ചെലവിലായിരിക്കും. എന്റെ കീഴിലുള്ളവരാണ്. എങ്കിൽ അവരോടുള്ള എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവർക്ക് തിന്നാൻ കൊടുക്കുന്നതിനേക്കാൾ, പെരുന്നാക്ക് പുതിയ കുപ്പായം എടുത്തു കൊടുക്കുന്നതിനേക്കാൾ, അവരെ മക്കളെ പഠിപ്പിക്കുന്നതിനേക്കാൾ, അവർ രോഗിയായാൽ ചികിത്സിക്കുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം എന്റെ നാവിലൂടെ അവർ ഓരോരുത്തരും അള്ളാന്റെ വഹ്ദാനിയത്ത് കേട്ടിരിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ വലിപ്പം അവർ നമ്മളിലൂടെ അറിയുക എന്നുള്ളതാണ്. തൗഹീദിലേക്ക് നമ്മൾ അവരെ വിളിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വത്തിന്റെ ഒന്നാം നമ്പർ ഉത്തരവാദിത്വം. മാത്രമല്ല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുഹമ്മദുൽ ഖുലൈമാൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, യജിബു അലാ ഇമാമിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾക്ക് നിർബന്ധമായ സംഗതിയാണ് അദ്ദേഹം തന്റെ ഭരണത്തിൽ ഒരു ടീമിനെ അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് വിളിക്കാനായിട്ട് ഉപയോഗിക്കലും അവരെ നാടിന്റെ വ്യത്യസ്ത മൂലകളിലേക്ക് അയച്ച് അവരെ കൊണ്ട് തൗഹീദ് പറയിപ്പിക്കലും. എങ്കിൽ ഒരു നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ഉപ്പ ഉമ്മ, ഇവരെല്ലാം നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാന്റെ വഹ്ദാനിയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ച നാളെ ആഖിറത്തിൽ ഉത്തരവാദി നമ്മളാണ്. ചോദ്യം നമ്മളോടാണ്. ബഹുമാനപ്പെട്ട ശൈഖ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, മിൻ തമാമി തൗഹീദ്, ഒരാൾ പ്യൂർ മുവഹിദാണ് എന്നതിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദിനോട് ആത്മാർത്ഥമായി അയാൾക്ക് കൂറുണ്ട്, സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളം അയ്യദ്ഉൽ മർഉ ഗൈറഹു ഇല തൗഹീദ്, അയാൾ അവന്റെ ചങ്ങാതിയോട് തൗഹീദ് പറയലാണ്, അവന്റെ പാർട്ണറോട് തൗഹീദ് പറയലാണ്, അവന്റെ അയൽവാസിയോട് തൗഹീദ് പറയലാണ്, അവന്റെ ഭാര്യാബന്ധുക്കളോട് തൗഹീദ് പറയലാണ്, അവന്റെ മക്കളോട് തൗഹീദ് പറയലാണ്. തൗഹീദിനോട് കൂറുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളം. അത് പറയുന്നില്ലെങ്കിൽ, അയൽവാസിയോട് പറയാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ, ഭാര്യാബന്ധുക്കളോട് തൗഹീദ് പറയാനുള്ള മനസ്സ് വരുന്നില്ലെങ്കിൽ, ചങ്ങാതിമാരെടുത്ത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ, കച്ചവടത്തിന്റെ പാട്ടന്മാരോട് തൗഹീദ് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അതവന്റെ നാവില് മാത്രം ഒതുങ്ങിയതാണ്, അവന്റെ കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല, ആത്മാർത്ഥത കുറവുണ്ട്, അതുകൊണ്ടാ പറയാത്തത്. എന്താ കാര്യം? തൗഹീദ് രക്ഷപ്പെടാനുള്ള വഴിയാണ്.
തൗഹീദ് നൂഹ് നബിയുടെ കപ്പലാണ്. ആ കപ്പലിൽ കയറിയിരിക്കുന്ന ആളാണ് ഞാൻ. അതേ കപ്പലിൽ നരകത്തിന്റെ കാട്ടുവഴിയിലുള്ള എന്റെ ചങ്ങാതി കയറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ കപ്പലിൽ ഇരിക്കുന്നത് ആത്മാർത്ഥതയില്ലാതെയാണ്. എപ്പോഴും ഉരുണ്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട് കടലിലേക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തൗഹീദിന്റെ പൂർണ്ണത മറ്റുള്ളവരെ തൗഹീദിലേക്ക് വിളിക്കലാണ്. അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു ലാ യതിമ്മു ഫിൽ ഖൽബി, തൗഹീദ് അവന്റെ ഹൃദയത്തിൽ പൂർണ്ണമാവൂല ഹത്താ തദ്ഉ ഇലൈഹി, നീ മറ്റുള്ളവരെ ആ തൗഹീദിലേക്ക് വിളിക്കൽ കൊണ്ടല്ലാതെ. അത്ര വലിയ ഉത്തരവാദിത്തമാണ്. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് ഉറങ്ങുന്നതിന്റെ ഇടയിൽ 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞിരിക്കും. ആത്മാർത്ഥമാണെങ്കിൽ. കച്ചവടത്തോളം നമുക്ക് സ്നേഹമുണ്ട്, ഭാര്യമാരോട് സ്നേഹമുണ്ട്, മക്കളോട് സ്നേഹമുണ്ട്, കുടുംബക്കാരോട് സ്നേഹമുണ്ട്. അവരെ പറ്റി നമ്മൾ പറയും, അവരെ പറ്റി ചിന്തിക്കും, ഫിക്റാക്കും, പ്ലാനാക്കും, തർത്തീബാക്കും, അങ്ങനെ പലതും ചെയ്യും. അതിനിടയിൽ ഒരിക്കലെങ്കിലും റബ്ബുൽ ഇസ്സത്തിന്റെ വഹദാനിയത്ത് അവരെ കേൾപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അർത്ഥം നാവിന് മാത്രമേ ഉള്ളൂ, നെഞ്ചിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല എന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ വലിയ മാതൃകയാണ്. അദ്ദേഹം ജയിലിൽ എന്ന് പറഞ്ഞാൽ സുഖവാസമല്ല. ജയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യാത്ത കുറ്റത്തിന് നിരപരാധിയായിരിക്കെ കൊണ്ടുപോയിട്ടിട്ടത് അസീസ്. അയാളെ അഭിമാനം സംരക്ഷിക്കാൻ മിസ്റിന്റെ രാജാവിന് പോലും അറിയില്ല യൂസുഫ് ജയിലിലുള്ളത്. നിരപരാധിയാണ്. വിഷമമുണ്ട്, പ്രയാസമുണ്ട്. ഉപ്പാനെ കണ്ടിട്ട് വർഷങ്ങളായി. കൂടപ്പിറപ്പുകൾ ചതിച്ചു, വഞ്ചിച്ചു. ഒരു പ്രവാചകന്റെ മോനായി വളർന്നു വന്ന യൂസുഫ് ഇപ്പം മിസ്റിലെ ജയിലിലാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. രാജാവിന്റെ ദർബാർ യൂസുഫിനെ പറ്റി റെക്കോർഡുമില്ല. എത്ര കാലം കഴിയേണ്ടി വരും? എന്ത് ചെയ്യും? മനസ്സ് മുഴുവൻ വിഷമം, പ്രയാസം, സങ്കടം. മനുഷ്യനാണ്. മാനുഷികമായിട്ടുണ്ടാവുന്ന മുഴുവൻ ഞെരുക്കങ്ങളും മനസ്സിലുണ്ട്. പക്ഷേ അവിടെയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പറയാൻ കിട്ടിയ ചാൻസ് ഒഴിവാക്കിയില്ല. 2 ചങ്ങാതിമാര് വന്നു. വദഖല മഅഹു സിജ്ന ഫതയാൻ, 2 യുവാക്കൾ. 2 ആൾക്കാർ സ്വപ്നം കണ്ടു. അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യൂസുഫിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വ്യാഖ്യാനം ഞാൻ പറഞ്ഞുതരാം, അതിന് മുമ്പ് അതിനേക്കാളും ഗൗരവപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. യാ സാഹിബ ഇസ്സിജിൻ, ജയിലിനുള്ളതാണ്. ഒരു ജയിൽവാസന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മൾ ജയിലിൽ പോകാത്തോണ്ട് നമുക്ക് അറിയില്ല. അള്ളാഹു നമ്മളെല്ലാം കാക്കട്ടെ. നിങ്ങൾ കേട്ടറിവുണ്ടല്ലോ ഒരു ജയിൽവാസിന്റെ മനസ്സ്. അത്ര വിഷമത്തിലാണ്, മൂടിക്കിടക്കുന്ന മനസ്സാണ്. പക്ഷെ അള്ളാഹിനെ പറ്റി പറയാനുള്ള അവസരം വന്നപ്പം വിഷമങ്ങളും മറന്നു, ഉത്തരവാദിത്വത്തിന്റെ ബോധം വന്നു, അള്ളാഹ് ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ബോധം വന്നു. ഉടനെ തന്നെ വിളിച്ചു, യാ സാഹിബ ഇസ്സിജിൻ, എന്റെ ജയിലിലെ കൂട്ടുകാരെ, അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അത്ര ചോദിച്ചാൽ മതി. 1 മണിക്കൂർ പ്രസംഗിച്ചു കൊടുക്കണ്ട, 2 മിനിറ്റ് ചോദിച്ചാൽ മതി. അർബാബും മുതഫർരിഖൂന ഖൈർ, കുറേ റബ്ബുകളാണ് ഏറ്റവും നല്ലത്? കുറേ ദൈവങ്ങൾ, കുറേ ആൾക്കാർ കാര്യം നടത്താൻ? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അതല്ല പ്രപഞ്ചത്തെ മുഴുവനും മടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹു മാത്രമാണോ ഖൈർ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ദഅവത്തായി. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും, നിങ്ങൾ ഇപ്പം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ തേടുന്നത്, നിങ്ങൾ തവക്കുലാക്കുന്നത്, ആവശ്യം പൂർത്തിയാക്കി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്, ഉപദ്രവങ്ങളെ തടയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ പിതാമഹന്മാരും ഉണ്ടാക്കിയെടുത്ത ദീനുൽ ഇസ്ലാമിന്റെ ഒരു ഭാഗവുമല്ലാത്ത വെറും പേരുകൾ മാത്രമല്ലേ? നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നില്ലേ? അതാണോ ഖൈർ? അതല്ല, ഈ മഹാപ്രപഞ്ചത്തെ ഒറ്റക്ക് സൃഷ്ടിച്ചടക്കി ഭരിക്കുന്ന അള്ളാഹുവാണോ ഖൈർ? നിങ്ങൾ ചിന്തിക്കാൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സമയത്തവർക്ക് പറഞ്ഞു കൊടുത്തു. 2 പേർക്കും കാര്യം മനസ്സിലായി. അവരെ മുസ്ലിം ആക്കണമെന്നത് യൂസുഫ് നബിന്റെ ഉത്തരവാദിത്വമല്ല, പക്ഷെ പറയൽ ഉത്തരവാദിത്വമാണ്. അത് പറഞ്ഞു. ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുണ്ടാവോ? ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയിട്ടുണ്ടാവോ? ചിലപ്പോൾ മടിയുണ്ടാവും. പറഞ്ഞ എന്തായിരിക്കും പ്രതികരണം എന്ന ചിന്തയായിരിക്കും. അല്ലെങ്കിൽ നാട്ടിലോ കുടുംബത്തിലോ വീട്ടിലോ ചങ്ങായിമാർക്കിടയിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഹുദുഹുദിന്റെ മനസ്സെങ്കിലും നമുക്ക് ഉണ്ടാവണം.
തൗഹീദ് പറയുന്ന കാര്യത്തിൽ ഹുദ്ഹുദിന്റെ മനസ്സെങ്കിലും ഉണ്ടാവണം. മനുഷ്യന്റെ അല്ല, പക്ഷിയുടെ, ബുദ്ധിയില്ലാത്ത പക്ഷിയുടെ. മനുഷ്യനെ പോലെ വർത്താനം പറയാൻ കഴിയാത്ത ഒരു പക്ഷിയുടെ മനസ്സെങ്കിലും ആളുകൾ ശിർക്കിലേക്ക് പോയതിൽ വിഷമമായിട്ടുണ്ടാവണം. അള്ളാഹുവിന്റെ വഹദാനിയത്ത് തകർക്കപ്പെടുന്ന കാഴ്ച കണ്ടിട്ട് നൊമ്പരപ്പെട്ടിട്ട് ഹുദ്ഹുദിനെ പോലെ ചിന്തിക്കണം. സബ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഹുദ്ഹുദ് എന്ന പക്ഷി വരിക സുലൈമാൻ നബിന്റെ ദർബാറിലേക്ക്. ഹുദ്ഹുദിനോട് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എവിടെ പോയതാണ്? എന്നോട് ചോദിക്കാൻ എന്തിനാ പോയത്? അപ്പൊ പറഞ്ഞു, രാജാവേ, ഞാൻ വരുന്നത് സബ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്നാണ്. അവിടെ ഞാൻ ഒരു സ്ത്രീയെ കണ്ടു, ഒരു രാജ്ഞിയെ. സമ്പത്ത് ഒരുപാട് നൽകപ്പെട്ട ഒരു പെണ്ണ്. ഒരു വലിയ മനോഹരമായ സിംഹാസനവും ആ പെണ്ണിനുണ്ട്. ദുനിയാവിന്റെ ചുറ്റുപാടെല്ലാം പറഞ്ഞു. ഹുദ്ഹുദ് അവിടെ കണ്ട സബഇന്റെ രാജ്ഞിയുടെ ദുനിയാവിലെ ഭൗതിക ചുറ്റുപാടൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. സുലൈമാൻ നബി അറിയുന്നില്ല. ഹുദ്ഹുദ് വന്ന് പറയുന്നവരെ സുലൈമാൻ എന്ന നബിക്ക് ഈ സംഗതി ഒന്നും അറിയുന്നില്ല. കാരണം ഗൈബ് അള്ളാഹു അല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. പക്ഷെ നബിയെ, എനിക്കൊരു വലിയ സങ്കടം വന്നു, വലിയ വിഷമം ഉണ്ടായി. ഞാൻ നോക്കുമ്പം ആ സബഇന്റെ രാജ്ഞിയും അവരുടെ ആൾക്കാരും അള്ളാഹുവിനെ മാറ്റിവെച്ച് സൂര്യന് സുജൂദ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അള്ളാഹ്ക്കല്ലേ അവരെ സുജൂദ് ചെയ്യേണ്ടത്? അള്ളയല്ലേ അവരെ പടച്ചത്? പിന്നെന്തിനാ അവര് സൂര്യന് സുജൂദ് ചെയ്യുന്നത്? സുലൈമാൻ നബിന്റെ മുന്നിൽ ഹുദ്ഹുദ് എന്ന പക്ഷി മനസ്സിന്റെ വിഷമം വെച്ചു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുവഹിദുകളെ, ആളുകൾ ശിർക്കിലേക്ക് പോകുന്നത് കണ്ടിട്ട് നമ്മുടെ മനസ്സിലും ആ ഒരു വിഷമം വരുന്നില്ലെങ്കിൽ അത് അപകടത്തിന്റെ സൂചനയാണ്. ഒരു പക്ഷിക്കുണ്ടായ ആ വിഷമം ആ പക്ഷി മറ്റുള്ളവരോട് പോയിട്ട് പറയാൻ പറ്റൂല. സുലൈമാൻ നബിക്ക് വർത്താനം പറയുമ്പോൾ തിരിയും. അള്ളാഹു കൊടുത്ത മോചിതത്താണ്. അതുകൊണ്ടാണ് സുലൈമാൻ അടുത്ത് പോയിട്ട് പറഞ്ഞത് അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ അടുത്ത നടപടികൾ സ്വീകരിച്ചു. ആ നടപടി എവിടെ എത്തിയെന്നറിയോ? കുറെ കഴിഞ്ഞപ്പം ഖാലത്ത് റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞാൻ എൻ്റെ നഫ്സിനോട് ദുൽമ് ചെയ്തു പോയി. എനിക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലായത്. ഞാനിതാ എല്ലാം ഒഴിവാക്കുന്നു. സുലൈമാനോടൊപ്പം റബ്ബുൽ ആലമീൻ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. സബഇന്റെ രാജ്ഞിയും ആൾക്കാരും ഹിദായത്തിലേക്ക് വരാനുള്ള കാരണക്കാരൻ ഹുദ്ഹുദാണ്. നമ്മൾ മടക്കേരിയിലെല്ലാം നമ്മുടെ കൈമലുണ്ട്, എല്ലാ ആരോഗ്യമുണ്ട്, വർത്താനം പറയാനുള്ള കഴിവുണ്ട്, നല്ല നല്ല ബന്ധങ്ങളുണ്ട്, നല്ല നല്ല ചങ്ങായിമാരുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ തൗഹീദ് മാത്രം പറയാൻ പറ്റുന്നില്ല. ഒരു ദിവസം എഴുന്നേറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ടാളോട്, അന്യരോടല്ല, സ്വന്തം കുടുംബത്തിലുള്ള തറവാട്ടിലുള്ള ആളുകളോടെങ്കിലും ഹുദ്ഹുദ് എന്ന പക്ഷി പങ്കുവച്ച വിഷമം പങ്കുവെക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവൻ തൗഹീദിനോട് ഇഷ്ടമുള്ളവനാണ്, ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദ് പറഞ്ഞുകൊടുത്ത് ഒരാളത് ഉൾക്കൊള്ളുമ്പം തങ്ങൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. അത് നമ്മളുടെ സന്തോഷമായി മാറണം. നമ്മുടെ സാധാരണ ഭൗതികമായി നമ്മൾ ആരെങ്കിലും സഹായിച്ചെന്ന് വെച്ചോ, ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിക്ക് പല ചാരിറ്റി പരിപാടികൾ ഉണ്ടാവും. അപ്പൊ ഒരു കോള് വന്നു ഓഫീസിലേക്ക്, ഇന്ന വ്യക്തിയുടെ വീടിതാ മഴ വന്ന് കാറ്റ് വന്ന് ഓടെല്ലാം പാറിപ്പോയി, എല്ലാം ചോരാൻ തുടങ്ങി, വലിയ പ്രയാസത്തിലാണ്. എല്ലാരും കൂടിയിരുന്നു, ഒരു 10-15 ലക്ഷം രൂപ റെഡിയാക്കി, ഓന്റെ പുര നന്നാക്കി കൊടുത്തു. വീട് നന്നാക്കി കിട്ടിയ സന്തോഷത്തിൽ ആ കുടുംബക്കാർ ചിരിക്കുന്നത് കാണുമ്പോൾ ആ കമ്മിറ്റിക്കാർക്ക് ഒരു അഭിമാനമുണ്ട്. അൽഹംദുലില്ലാഹ്, അയാൾക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റിയല്ലോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ച സന്തോഷം അതിന്റെയും അപ്പുറത്താണ്. ഒരാൾക്ക് തൗഹീദ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അതിനേക്കാൾ വലുതാവൂല 25 ലക്ഷത്തിന്റെ പുരകെട്ടിക്കുണ്ടാക്കുന്ന സന്തോഷം. ഒരു ജൂത പയ്യൻ, ഒരു ജൂതനായ ചെറുപ്പക്കാരൻ
കാന യഖ്ദുമുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജോലികളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്, ഖിദ്മത്തെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ചെറുപ്പക്കാരൻ ഒരു ദിവസം അവൻ രോഗിയായി. നോക്കണം കേട്ടോ, റസൂലുള്ളാഹിന്റെ ഫിക്ർ പോകുന്നത് നോക്കണം. രോഗിയായി, രോഗ സന്ദർശനം സുന്നത്താണ്, കാണാൻ പോയി. ഈ ചെറുപ്പക്കാരന്റെ അച്ഛൻ, പിതാവ് ജൂതനാണ്. ഓന്റെ തലന്റെ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു നിന്നു. ഓരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, രോഗവിവരങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം പറഞ്ഞു വർത്താനം കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു, മോനെ അസ്ലിം തസ്ലം, അസ്ലിം തസ്ലം. ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് മോനെ മുസ്ലിം ആയിക്കോളിൻ, എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. തൗഹീദ് അംഗീകരിച്ചോളിൻ, എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പള്ളി പ്രസിഡന്റ് ആയിരിക്കും, പള്ളി സെക്രട്ടറി ആയിരിക്കും, അതല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാവക്കല്ലായിരിക്കും. അസ്ലിം തസ്ലം, തൗഹീദ് ഉൾക്കൊണ്ടോളിൻ, എന്നാൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഫനദറ ഇലാ വജ്ഹി അബീഹി. ഈ ചെറുപ്പക്കാരൻ ഓന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. നമ്മൾ സാധാരണ അവിടെ എന്താ ചിന്തിക്കുക? രോഗിയായിട്ട് കിടക്കുന്നിടത്ത് പോയിട്ട് ഇതാ പറയുന്നു എന്ന് ചോദിക്കുക. വേറൊന്നും നിങ്ങൾക്ക് വർത്താനം പറയാനില്ലേ? ഇവിടെയും വന്നിട്ട് തന്നെ, നിങ്ങളെ മെമ്പറും വന്നാ തന്നെ, പള്ളിയിൽ നിന്നോ തന്നെ, ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തന്നെ തന്നെയാ പറയാനുള്ളത്. ഇങ്ങനെയാ ചോദിക്കുക സലഫികളോട്. ഇവൻ അവന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി. ഉപ്പൊറ്റ മറുപടി, അബുൽ ഖാസിം, മോനെ അബുൽ ഖാസിം പറയുന്നത് കേട്ടോളി. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുഞ്ഞത്താണ്. ഖാസിമിന്റെ വാപ്പ, മൂത്ത മോന്റെ പേര്. അനുസരിച്ചോളി. ആ ചക്കൻ ഉടനെ തന്നെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണു നിറഞ്ഞു. തങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്നും ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്ക് സ്തുതി. അത് പറയുന്നവരാവണം ഈ നിൽക്കുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും. മടക്കേരിയിലെ ഓരോ വ്യക്തികളും പോട്ടെ, നമ്മളെ ഇങ്ങനത്തെ ചങ്ങായിമാരുണ്ടാവില്ലേ? നമ്മളെപ്പരം ഹോട്ടലിൽ വന്ന് ചായ കുടിക്കുന്ന ചങ്ങായിമാരുണ്ടാവില്ലേ? നമ്മളെപ്പരം വർത്താനം പറഞ്ഞിരിക്കുന്ന വൈകുന്നേരം ചങ്ങായിമാരുണ്ടാവില്ലേ? നമ്മളെ കുടുംബത്തിൽപ്പെട്ട മൂത്താപ്പന്റെ അടയപ്പ, അവരെ മക്കള്, അവരെ ഭാര്യമാര്, അവരുടെ മക്കള്, ഇങ്ങനെ കുറെ ഉണ്ടാവൂലേ? പറഞ്ഞോണ്ടിരിക്കണം. ഒരു ദിവസം അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നമുക്കും പറയാം അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്നും മോനെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനെ സ്തുതി. പിന്നെന്തല്ല, ഒരാളെ കൂടി പള്ളിയിലേക്ക് കിട്ടി, അതിന്റെ ആവശ്യം നമുക്കില്ല. അങ്ങനെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, ഇതെല്ലാം ആളെ കൂട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും, മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി. മെമ്പർഷിപ്പും ഇല്ല, ആളെ കൂട്ടലും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളേ. ഈ മെമ്പറിന്റെ ഉത്തരവാദിത്വം പള്ളിയിൽ ആളെ കൂട്ടലല്ല, അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടേൻ, സ്വർഗത്തിന്റെ രാജപാതയിലേക്ക് വന്നോടേൻ. ഒരുത്തൻ ചെറുക്കിന് മുങ്ങിക്കുളിച്ച്, തോന്നിവാസത്തിൽ മുങ്ങിക്കുളിച്ചവൻ, നമ്മൾ ആരോ ഒരാളെ അയച്ചു കൊടുത്തൊരു ക്ലിപ്പ് കേട്ടു, പിറ്റന്നയാള് പള്ളിയിലെത്തി, അൽഹംദുലില്ലാ, സംഭവം ഖലാസ്. നമ്മൾ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നമുക്കതേ ആവശ്യമുള്ളൂ. ഓനെടുത്ത് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു അത് കബൂൽ ചെയ്യണം, രക്ഷപ്പെട്ടു പോകണം. ഉത്തരവാദിത്തമാണ്. അത് എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നത് നമ്മളെ പറ്റി ചിന്തിച്ചോളി. ഇത്ര ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു, മാസങ്ങൾ ഇങ്ങനെ പോകുന്നു, വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു. നമ്മൾ ഖുതുബ കേൾക്കുന്നു, ക്ലാസ് കേൾക്കുന്നു, കാര്യങ്ങളൊക്കെ അറിയുന്നു, പഠിക്കുന്നു. പക്ഷെ അത് മറ്റൊരുത്തര് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ലാസ്റ്റ് ഭാഗം ചോദിച്ചെന്താണ്? അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നില്ലേ? നബി എല്ലാം പറഞ്ഞു തന്നു. അള്ളാഹുവിനെ സാക്ഷിയാക്കി അള്ളാഹുവിന്റെ റസൂൽ എന്നിട്ട് പറഞ്ഞു, അലാ ഫൽയുബല്ലിഗി ഷാഹിദ് അൽ ഗായിബ്, ഞാനിതാ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നവരുടെ ഉത്തരവാദിത്വം ഇത് കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. സഹാബാക്കൾ പാഞ്ഞു. അന്ന് അവരുടെ വാഹനം തിരിഞ്ഞ ഭാഗത്തേക്ക് ഭാര്യമാരെ കൂട്ടി, മക്കളെ കൂട്ടി യാത്രയായി. 1.25 ലക്ഷം വരുന്ന സഹാബാക്കളിൽ വെറും 10,000 പേരുടെ ഖബറും മാത്രമേ മക്കത്തും മദീനത്തുമായിട്ടുള്ളൂ. ബാക്കിയുള്ള 1 ലക്ഷത്തോളം വരുന്ന, 1,15,000 വരുന്ന സഹാബാക്കളുടെ ഖബറ് ലോകത്തിന്റെ ഏതോ മലയിടുക്കില്, മരുഭൂമിയില്, കാട്ടില്, അതേപോലെ തന്നെ ദ്വീപുകളിൽ. എന്തിനു പോയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ.
അവരെ തൗഹീദിലേക്ക് വിളിക്കാൻ. അങ്ങനെ നമുക്ക് പോകണമെന്നല്ല പറയുന്നത്, ഇവിടെ തന്നെ ഉണ്ട് ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നവനാണ് ഏറ്റവും നല്ല വർത്താനം പറയുന്നവൻ എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തിയത്. വമൻ അഹ്സനു ഖൗലൻ, അള്ളാന്റെ ചോദ്യം അത്. നമ്മൾ സാധാരണ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയില്ലേ, മാഷാ അല്ലാഹ് നല്ല മനുഷ്യനാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും, എല്ലാവരും സഹായിക്കും, നല്ല അൽഹംദുലില്ലാഹ് അല്ലാഹ് കബൂലാക്കട്ടെ, വാരിക്കോരി അള്ളാഹു കൊടുക്കട്ടെ. പക്ഷെ അള്ളാഹ് പറഞ്ഞ അതൊന്നുമല്ല. അള്ളാഹു പുകഴ്ത്തിയത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, വമൻ അഹ്സനു ഖൗലാ, ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവൻ ആരുണ്ട്? മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ. എന്തിനാ അള്ളാഹുവിന്റെ ഈ പുകഴ്ത്ത് നമ്മളായിട്ട് ഒഴിവാക്കുന്നു? എന്ന് പറഞ്ഞാൽ ഭൂലോകത്ത് മടുക്കേരിയിലെ മലമുകളിൽ നമ്മൾ ആരെങ്കിലും ചങ്ങായിനെ കണ്ടിട്ട് പറഞ്ഞു, ഇവിടെ നമ്മളെ ഫ്രണ്ട്ഷിപ്പെല്ലാം ഒക്കെ എല്ലാത്തിനും നമ്മളുണ്ട്, പക്ഷെ നീ ശിർക്കിലാണ്, ശ്രദ്ധിച്ചോടിൻ, സൂക്ഷിച്ചോടിൻ, നരകത്തിന്റെ വഴിയാണ്, തൗഹീദിലേക്ക് വരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. മലായിക്കത്തിനിടയിൽ അള്ളാഹു പറയും ഉൻദുറു അബ്ദി, ഏറ്റവും നല്ല വർത്താനം പറയുന്ന അടിവനെ നോക്ക്. അതല്ല ഇസ്സത്ത്, അതല്ല ഇസ്സത്ത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മാത്രമല്ല, സത്യവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ അള്ളാഹു എണ്ണി പറഞ്ഞപ്പം അതിലൊന്ന് പറഞ്ഞത് ദഅവത്ത് ചെയ്യുന്നവരാണ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്, മുഅ്മിനീങ്ങൾ പരസ്പരം സഹായികളും സ്നേഹിക്കുന്നവരുമാണ്. എന്താണ് പ്രത്യേകത? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ നല്ല കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും മോശമായ കാര്യങ്ങളെ പരസ്പരം തടയുകയും ചെയ്യും. ഏതാണ് ഏറ്റവും വലിയ മഅറൂഫ്? അത്തൗഹീദ്. ഏറ്റവും വലിയ നല്ല കാര്യം തൗഹീദ്, ഏറ്റവും വലിയ മുൻകർ, ഏറ്റവും വലിയ വെറുക്കപ്പെട്ട കാര്യം ശിർക്കാണ്. എന്ന് പറഞ്ഞാൽ ആ മുഅ്മിൻ ആരായിരിക്കും? തൗഹീദിലേക്കാളെ വിളിക്കുകയും ശിർക്കിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊരു ഉത്തരവാദിത്തമായി, അതൊരു ജോലിയായി കണ്ട് നിർവഹിക്കുന്നവരാവണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പള്ളിയും ഈ മിമ്പറും ഈ സൗകര്യവും അള്ളാഹുവിന്റെ കോടതിയിൽ ഹിസാബ് ചെയ്യപ്പെടും. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ആരും ആരുടെയും ലിസ്റ്റിൽ വരില്ല, ആരും ആരുടെയും ഭാരം പേറൂല. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ.